SIRൻ്റെ ഭാഗമായിട്ട് BLOമാർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാണ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ടാസ്ക് എന്ന് പറയുന്നത് 2002 വോട്ടർ പട്ടികയും 2025 വോട്ടർ പട്ടികയും താരതമ്യം ചെയ്തിട്ട് 2002 വോട്ടർ പട്ടികയിലുള്ള ആൾക്കാരെ 2025 വോട്ടർ പട്ടികയിൽ മാപ്പ് ചെയ്യുകയും തിരിച്ച് മാപ്പ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അതെങ്ങനെ ചെയ്യാമെന്ന ലളിതമായൊരു മാർഗ്ഗം പറഞ്ഞുതരാം. കാരണം നമുക്ക് ആദ്യം വേണ്ടത് 2002 വോട്ടർ പട്ടിക നമ്മുടെ കയ്യിൽ ഉണ്ടാവണം, 2025 വോട്ടർ പട്ടിക ഉണ്ടാവണം. ഇനി ഇതിൽ 2002 വോട്ടർ പട്ടികയിലുള്ള ആൾക്കാർ 2025 ഉണ്ടാകും എന്ന് നമുക്ക് അനുമാനിക്കാം. അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ 2002 വോട്ടർ പട്ടികയിലെ ആൾക്കാരെന്ന് പറഞ്ഞാൽ 2025 വോട്ടർ പട്ടികയിൽ അവർ 40 വയസ്സിന് മുകളിലായിട്ടുണ്ടാവും എന്തായാലും. അപ്പോൾ 40 വയസ്സിന് 2025 വോട്ടർ പട്ടികയിൽ 40 വയസ്സിന് താഴെയുള്ള ആരെയും നമ്മൾ സെർച്ച് ചെയ്യേണ്ടതില്ല. അപ്പോൾ ആദ്യമായി ചെയ്യേണ്ടത് 2025 വോട്ടർ പട്ടികയിൽ 40 വയസ്സിന് താഴെയുള്ള ആൾക്കാരെ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനെന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് നിങ്ങളുടെ BLO ആപ്പ് എടുക്കുക, BLO ആപ്പ് തുറന്ന് നോക്കിയാൽ പുതിയ BLOമാർക്ക് ആയിരിക്കും കൺഫ്യൂഷൻ, പഴയ BLOമാർക്ക് എല്ലാവർക്കും അറിയും. BLO ആപ്പ് തുറന്നാൽ ഡാഷ്ബോർഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ടോട്ടൽ എലക്ടേഴ്സിൻ്റെ നമ്പർ അറിയാൻ പറ്റും. കണ്ടോ, 725 എലക്ടർ ഉണ്ട് ഈ ബൂത്തിൽ. ഈ ടോട്ടൽ എലക്ടേഴ്സിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ടോട്ടൽ എലക്ടേഴ്സിൻ്റെ പേരും താഴെ ഒരു ബ്ലൂ സിമ്പിളും കാണാം, ഒരു ഫിൽട്ടർ സിമ്പിൾ. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏജ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ആ ഏജ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, 40 എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ടിക്ക് അടിക്കുക. അപ്പോൾ നോക്കൂ, 40 വെച്ചിട്ട് നമ്മൾ ഫിൽട്ടർ ചെയ്തു. 725 പേരുണ്ടായിരുന്ന വോട്ടർ പട്ടികയിൽ ഇപ്പോൾ 491 പേരായിട്ട് മാറി അല്ലേ? ഈ 491 പേരെ നമുക്ക് 2002 വോട്ടർ പട്ടികയിൽ തപ്പേണ്ടതുള്ളൂ. അപ്പോൾ 491 പേരെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ 2025 വോട്ടർ പട്ടികയിൽ മാർക്ക് ചെയ്യണം. ഇത് സീരിയൽ നമ്പറിലായിരിക്കും, ഇതും സീരിയൽ നമ്പറിലായിരിക്കും അല്ലേ? സീരിയൽ നമ്പർ എടുക്കുക. നോക്കൂ, ഇതിൽ ആദ്യത്തെ സീരിയൽ നമ്പർ 2 ആണ്. സീരിയൽ നമ്പർ 1 കട്ടായിപ്പോയി, സീരിയൽ നമ്പർ 2 ആണുള്ളത്. അപ്പോൾ ഇതിലെ വോട്ടർ പട്ടികയിൽ 40 വയസ്സിന് മുകളിലുള്ളവരെല്ലാവരെയും ഇതിൽ ടിക്കിട്ട് പോവുക. എന്നിട്ട് എന്ത് ചെയ്യുക? ബാക്കിയുള്ളവരെ കട്ട് ചെയ്ത് കളയുക. 40 വയസ്സിന് താഴെയുള്ളവരെ കട്ട് ചെയ്ത് കളയുക. അപ്പോൾ നമുക്കൊരു ഫിൽറ്ററിങ് പകുതി കഴിഞ്ഞു, നമ്മുടെ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു. 40 വയസ്സിന് താഴെയുള്ളവരൊക്കെ ഇതിൽ കട്ട് ചെയ്തിട്ടുണ്ട്. 40 വയസ്സിന് മുകളിലുള്ളവർ ഇതൊക്കെ കട്ട് ചെയ്ത് വിട്ടതാണ് കേട്ടോ. ഇവരൊക്കെ 40 വയസ്സിന് മുകളിലുള്ളവരാണ്. അല്ലാത്തവരെ ഈ ഡാറ്റ നോക്കിയിട്ട് ഇതിൽ ടിക്കിട്ട് വിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2025 വോട്ടർ പട്ടികയിൽ ടിക്കിട്ട് കഴിഞ്ഞു. ഇനി റിവേഴ്സ് സെർച്ച് നടത്താം. എങ്ങനെ റിവേഴ്സ് സെർച്ച് നടത്താം? ഇതിൽ ടിക്കിടാത്ത ആദ്യത്തെ ആൾ, അതായത് ഈ ലിസ്റ്റിലുള്ള ആദ്യത്തെ ആളുടെ പേര് രാമകൃഷ്ണൻ എന്നാണെന്ന് കരുതുക. ഇതിൽ രാമകൃഷ്ണൻ ആദ്യത്തെ ആൾ കട്ട് ചെയ്ത് പോയി, അയാൾക്ക് 40 വയസ്സിന് താഴെയുള്ളൂ. രണ്ടാമത്തെ ആൾ രാമകൃഷ്ണൻ. ഈ രാമകൃഷ്ണനെ 2002 വോട്ടർ പട്ടികയിൽ നമുക്ക് സെർച്ച് ചെയ്യാം. ഇതിൽ 2 രീതിയിൽ സെർച്ച് ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഇതിൽ രാമകൃഷ്ണനെ തപ്പിയെടുക്കാം, അല്ലെങ്കിലോ CEOൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിനകത്ത് 2002 വോട്ടർ പട്ടികയിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ LAC സെലക്ട് ചെയ്ത് ബൂത്ത് സെലക്ട് ചെയ്ത് രാമകൃഷ്ണൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിലുള്ള രാമകൃഷ്ണനെ കിട്ടും. ആ രാമകൃഷ്ണൻ നോക്കിയാൽ ആദ്യത്തെ രാമകൃഷ്ണൻ ഇതിൽ നോക്കുക, സീരിയൽ നമ്പർ നോക്കുക, ഓക്കെ ആണെങ്കിൽ അത് എടുക്കുക. അല്ലെങ്കിലോ അതിൽ നോക്കിയാൽ എളുപ്പം എന്ന് പറഞ്ഞാൽ സീരിയൽ നമ്പർ പെട്ടെന്ന് അറിയാൻ പറ്റും. രാമകൃഷ്ണൻ സീരിയൽ നമ്പർ നമ്മൾ സെർച്ച് ചെയ്യുന്നു. അങ്ങനെ നോക്കൂ, ഇതിൽ രാമകൃഷ്ണൻ നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചപ്പോൾ രാമകൃഷ്ണൻ എവിടെയാണ് വന്നിരിക്കുന്നത്? ഇതിൽ രാമകൃഷ്ണൻ സീരിയൽ നമ്പർ കുറേ രാമകൃഷ്ണൻ വന്നു. ഇതിലെ സീരിയൽ നമ്പർ 162 രാമകൃഷ്ണൻ നമ്മൾ കണ്ടുതാ. രാമകൃഷ്ണൻ അച്ഛൻ്റെ പേരോ അമ്മയുടെ പേരോ വെച്ച് സെർച്ച് ചെയ്തപ്പോൾ കിട്ടി. അത് നമ്മുടെ അതിലെ 2ാമത്തെ നമ്പറാണ് കേട്ടോ. അതിലെ ഓർഡറിലാണ് സെർച്ച് ചെയ്യുന്നത്. അതിൽ 2ാമത്തെ നമ്പർ, 1ാമത്തെ കട്ട് ചെയ്ത് പോയി, 2ാമത്തെ ആളെ ഇതിൽ കിട്ടി. ഇവിടെ ഈ കോളത്തിൽ ലാസ്റ്റ് നെയിം എന്നുള്ളത് കട്ട് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യുക? 2025 സീരിയൽ നമ്പർ എന്ന് എഴുതിയിട്ട് അവിടെ 2 ഇടുക. അയാളുടെ നേരെ 2 ഇടുക. ഒപ്പം തന്നെ ഇവിടുത്തെ രാമകൃഷ്ണൻ്റെ നേരെ എന്ത് ചെയ്യണം? 2002 വോട്ടർ പട്ടികയിലെ സീരിയൽ നമ്പർ എഴുതണം. ഇതാണ് റിവേഴ്സ് മാപ്പിംഗ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പ് ചെയ്തിട്ട് നമ്മൾ 2 പേരുടെയും പേരെഴുതി. ഇനി ഈ രാമകൃഷ്ണനെ കിട്ടുമ്പോൾ തന്നെ ഇതിന് തൊട്ടടുത്തിട്ട് തന്നെ അടുത്ത ആളെയും പെട്ടെന്ന് കിട്ടും. രാമകൃഷ്ണൻ്റെ കുടുംബക്കാരെല്ലാം നോക്കൂ, അതിനടുത്തുള്ള ആളെ 2ഉം 3ഉം 4ഉം 5ഉം ഒക്കെ അവിടെ തന്നെ കിട്ടി. അപ്പോൾ അങ്ങനെ ഒറ്റ സെർച്ചിലൂടെ നിങ്ങൾക്ക്
ഇതിലും മാപ്പ് ചെയ്യാൻ പറ്റും, ഇതിലും മാപ്പ് ചെയ്യാൻ പറ്റും. ചെയ്യേണ്ടത് എന്താണ്? ഇതിൽ നിന്ന് ഇതിലെ ഓർഡറിൽ 40 വയസ്സിന് മുകളിലുള്ളവരെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതിലെ ഓർഡറിലെ ആൾക്കാരെ എടുത്തിട്ട് 2002 ഓർഡർ പട്ടികയിൽ സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്തിട്ട് ഇതിൽ മാനുവലി കണ്ടെത്താനും എളുപ്പമാണ്, കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിലോ നിങ്ങൾക്ക് സിഇഒൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ 2002 വോട്ടർ പട്ടികയിൽ നിന്ന് പേര് കൊടുത്തുകൊണ്ട് ആളെ സെർച്ച് ചെയ്ത് അതിൽ നിന്ന് സീരിയൽ നമ്പർ കണ്ടുപിടിച്ച് ഇതിൽ പെട്ടെന്ന് തപ്പാം. ഒരാളെ കിട്ടിയാൽ അതിന് ചുറ്റും അയാളുടെ കുടുംബക്കാരെ എല്ലാവരും പെട്ടെന്ന് കിട്ടും. അങ്ങനെ ഇത് 2002 2025 വോട്ടർ പട്ടികയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പ് ചെയ്ത് വെച്ചുകൊണ്ട് ഒരു ഡാറ്റ ഉണ്ടാക്കലാണ് നമ്മുടെ ആദ്യത്തെ ജോലി. ഇത് നമുക്ക് ഓഫീസിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. വളരെ ലളിതമായിട്ട് നമുക്ക് ഇനി ഇതല്ലാതെ മറ്റെന്തെങ്കിലും മാർഗ്ഗം കണ്ടുപിടിച്ചാൽ നമുക്ക് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. രണ്ടിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ സീരിയൽ നമ്പർ മാപ്പ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ജോലി.